യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുമ്പോഴും നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ആർത്തിരമ്പുന്ന തിരമാലയാണെങ്കിലും, നിന്നെ വിഴുങ്ങുമെന്ന് ധിക്കാരം കാണിക്കുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽ നീ തിരിച്ചറിയണം, പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രൻ തമ്പുരാനോട് പിതാവ് കൊടുത്തൊരു വാക്കുണ്ട്. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കും. അതെ, ഇന്നു പകൽ നിനക്കെതിരെ തിരിയുന്ന ശത്രു ദൈവത്തിൻ്റെ ശത്രുവാണ്. നിന്റെ നന്മയെ അപഹരിക്കുന്നത് ദൈവത്തിൻ്റെ നന്മയെ അപഹരിക്കുന്നതിന് തുല്യമാണ്. ഇത് ദൈവത്തോടുള്ള യുദ്ധമാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവവൈതലേ, യേശുവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവവൈതലേ, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അവൻ കാറ്റിനെ ശാസിക്കും, കടലിനോട് അടങ്ങുക എന്ന് പറയും, അവൻ ശാന്തത കൽപ്പിക്കും. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കും. നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. നമുക്കൊരു കാര്യസ്ഥനുണ്ട്, നമുക്കൊരു അഡ്വക്കേറ്റുണ്ട്. സ്വർഗീയ കോടതിയിൽ പിതാവിൻ്റെ വലതുഭാഗത്തുണ്ട്. അനധികൃതമായ ചില കുടിയിരിപ്പുകൾ, ചില പോരാട്ടങ്ങൾ ഇന്ന് പകൽ നിനക്ക് നേരിടുന്നുണ്ടെങ്കിൽ, നിന്റെ കാര്യവും വ്യവഹാരവും നടത്തുവാൻ ശക്തനായ ഒരു അഡ്വക്കേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുണ്ട്. പിതാവിനോട് അപേക്ഷിക്കുന്നുണ്ട്, മധ്യസ്ഥത ചെയ്യുന്നുണ്ട്. പിതാവ് ആക്ഷൻ എടുക്കും. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവൻ ചിതറാൻ പോവുകയാ. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ദാവീദിനെ വിടുവിച്ചതുപോലെ, പെരുവെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തതുപോലെ ദൈവം നിന്നെ വലിച്ചെടുക്കും. ദൈവം നിന്നെ രക്ഷിക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്ന നിനക്ക് ദൈവം പൂർണ്ണ പ്രതിഫലം തരും. വിശ്വസിക്കുക, ദൈവം നിന്റെ യുദ്ധങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു. നിന്റെ ശത്രു ദൈവത്തിൻ്റെ ശത്രുവാണ്. അവൻ നിന്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കും. ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ശത്രു എന്ന് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ അകത്ത് മനുഷ്യരുടെ രൂപമൊന്നും തെളിഞ്ഞു വരരുത്. നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല, ആത്മമണ്ഡലത്തിലെ അന്ധകാര ശക്തികളോടാണ്. ശത്രുക്കളെ സ്നേഹിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സ്നേഹിക്കാനാണ് ദൈവം നമുക്ക് നൽകുന്ന ആലോചന. അപ്പോൾ തന്നെ ആത്മതലത്തിൽ യുദ്ധം നടക്കുന്നു. ദൈവം അത് കൈകാര്യം ചെയ്യുമെന്നാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നത്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.